വരെ ഞാൻ ചെയ്യാത്തൊരു സംഭവമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ്. അപ്പോൾ മുമ്പ് പലതവണ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ എന്തോ എനിക്കതൊന്നും അപ്ലോഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഫൈനലി ഫ്രണ്ട് കേൾപ്പിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതാ നമ്മളിപ്പോൾ ജസ്റ്റ് ലൈറ്റ് ആയിട്ടുണ്ട്, വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പുറത്ത് പോകുന്നത്. ആൻഡ് ബാംഗ്ലൂരിലെ ട്രാഫിക് ആസ് യൂഷ്വൽ അതുപോലെ തന്നെയുണ്ട്. നമ്മളെവിടെ ഇറങ്ങുകയാണെങ്കിലും ഒരു 2 മണിക്കൂർ മുന്നേ കണ്ടിറങ്ങി ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ട് കിടക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഐക്യയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നിങ്ങൾ ഐക്യയിൽ വരികയാണെങ്കിൽ ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് ആ ഒരു സമയത്ത് ഐക്യയിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അല്ലാത്തപ്പോഴും ഇഷ്ടമാണ്, അത് വേറെ കാര്യം. അതായത് ഇത് ഗ്രീൻ, റെഡ് ആൻഡ് വൈറ്റ് കളറിൽ അവർ കംപ്ലീറ്റ്ലി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് കാണാൻ തന്നെ രസമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അതായത് ഒരു ക്രിസ്മസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് തീമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ ഹോം ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവിധ ഐറ്റംസ് അവിടെ കിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കണ്ടപ്പം അതൊക്കെ ഒന്ന് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു. അവിടെ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ടായിരുന്നു. ആ മിററിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്. അതായത് ഒരു ക്രിസ്മസ് തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ പ്ലസ് ഒരു ഡൈനിങ് ഏരിയ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ഹോം അലോൺ മൂവി ഉണ്ടല്ലോ, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിസ്മസ് മൂവി എവർ എന്ന് ഞാൻ പറയും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് മൂവി എന്ന് പറയുന്നത് ഹോം അലോൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോഴും ഞാൻ എത്രയോ തവണ വെച്ച് കാണുന്നൊരു മൂവിയാണ് കേട്ടോ ഹോം അലോൺ. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് ഗെയിമേഴ്സിന് അതേപോലെ അനിമേസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൂമിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടത്, ബ്ലാക്ക് തീമിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐക്യ ഈസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പോകാൻ ചെയ്യാം. പിന്നെ നമ്മുടെ തീമിലുള്ളൊരു ബെഡ്റൂം കണ്ടപ്പോൾ, ബെഡ്റൂമിൽ ഒരു ബെഡ് സെറ്റ് ചെയ്ത് കണ്ടപ്പം ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഐക്യയിൽ നിന്ന് മെല്ലെ ചാച്ചാ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂം മേക്കോറോ അല്ലെങ്കിൽ ഹോം മേക്കോറോ അല്ലെങ്കിൽ ഹോം റിനോവേഷനൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് വെക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ ഐക്യ ഒന്ന് വിസിറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഐക്യ ബാംഗ്ലൂരിൽ നാഗസാന്ദ്രയിലാണ് കേട്ടോ. അപ്പോൾ ഐക്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഫർണിച്ചേഴ്സ് ആവട്ടെ, ഡെക്കോറിനാവട്ടെ എല്ലാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡെസ്റ്റിനേഷനിൽ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ബാംഗ്ലൂരുകാരുടെ എസ്പെഷ്യലി ബാംഗ്ലൂർ മലയാളീസിൻ്റെ ലുലു മാളിലേക്ക്. അതായത് ഗ്ലോബൽ മാൾ എന്നാണ് ഇതിൻ്റെ ശരിക്കും പേരെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ലുലു മാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ സ്ഥലം ഉടക്കി. അതായത് പുതുതായിട്ട് വന്നതാണ് മിസ്റ്റർ DIY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കേട്ടോ. ആ ഷോപ്പിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇത് നമുക്കുള്ള സ്ഥലമായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി DIY പ്രോജക്റ്റിന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറീസ്, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനത്തെ ഷോപ്പ് ഞാൻ ആകെപ്പാട് പോകാറുള്ളത് ഇച്ചിബിച്ചിയിൽ മാത്രമാണ്. ഇച്ചിബിച്ചി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോപ്പാണ് ഞാൻ ഇതുപോലത്തെ ഒന്നും ഇങ്ങനെ കാണുന്നത് കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടം. ഏതാ എടുക്കണ്ടേ മറ്റേ തോൽപ്പം കൊച്ചുണ്ണിൻ്റെ വീട്ടിൽ നമ്മുടെ ബിന്ദു പണിക്കർ കയറിയ അവസ്ഥയായിരുന്നു കേട്ടോ. അതായത് ഏതാ എടുക്കണ്ടേ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ആൻഡ് അവിടെ ആണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് സെയിലും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പുതുതായിട്ട് തുറന്നതാണ്. അപ്പോൾ ക്രിസ്മസ് ഡെക്കോറുണ്ട്, അതേപോലെ ക്രിസ്മസ് സെയിലാണെന്ന് തോന്നുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സാധനത്തിനും 50% ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കറങ്ങി നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. സംഭവം എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി വരുമ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഒരു കാര്യമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ, അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റേഷനറീസാണ്. ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി ഡയറിയാണ്. അത് എല്ലാ തീമിലുള്ള ഡയറീസും ഉണ്ട് കേട്ടോ. നമ്മൾ ക്യൂട്ടാവട്ടെ, വിൻറ്റേജ് ആവട്ടെ, അങ്ങനെ പല തീമിലുള്ള ഡയറീസ്, സ്റ്റാമ്പ്സ്, അതേപോലെ നമ്മൾ DIYക്ക് ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. എൻ്റെ കറക്കം ഫുള്ള് ഈ ഒരു സെക്ഷനിലായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഡെക്കോർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ തന്നെ 50% ഓഫറിലാട്ടോ അവിടെ ഉണ്ടായിരുന്നത്.
അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. കാരണം അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി. ഇപ്പം ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം അവിടെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെയും ഉണ്ട് ഒരു ക്രിസ്മസ് ഡെക്കോർ ചെയ്ത് വെച്ചത് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊന്നും കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഹൈപ്പർ മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ തന്നെ അത് ലാസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് ഓടി നടന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പർച്ചേസും കൂടെ കഴിഞ്ഞ് നമ്മളിതാ സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങി പോന്നിട്ടുള്ളത്. അതെല്ലാം ക്ലോസ് ചെയ്തു. സമയം എനിക്ക് തോന്നുന്നു അന്നേരം ഏകദേശം 11 o'clock ഞാൻ ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കണ്ടോ, സമയം 11 മണി ആയിട്ടുണ്ട്. നമ്മൾ കാർ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ ഫുൾ കാലി. ഞാൻ ഇങ്ങനെയും കാലിയായിട്ട് നമ്മൾ ലുലു മോളിൻ്റെ കാർ പാർക്കിംഗ് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. ഒരു സമയത്ത് പോലും ഞാൻ ഇത്രയും എംറ്റി ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഈ ഒരു മിനി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.